ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET UG ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂമറിക്കൽ അബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 80 ആർട്ടിക്കിൾസ് ദാറ്റ് മീൻസ് 80 SP ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 100 ആർട്ടിക്കിൾസ് ദാറ്റ് മീൻസ് 100 CP ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഗെയിൻ പെർസെന്റേജ്. അപ്പൊ ഈ ഒരു 0 നമുക്ക് വെട്ടിക്കളയാം, ഈ ഒരു 0 വെട്ടിക്കളയാം. അങ്ങനെയാണെങ്കിൽ SP ഡിവൈഡഡ് ബൈ CP ഈക്വൽ ടു 10/8 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, രണ്ടും 5 divided by 4 എന്ന് പറയാം. അപ്പൊ ഗെയിൻ പെർസെന്റേജ് ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. ഗെയിൻ പെർസെന്റേജ് ഇസ് ഈക്വൽ ടു SP മൈനസ് CP 5 മൈനസ് 4 ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. ഓക്കെ, 100 ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് 25 ആണ്. 5 മൈനസ് 4 എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു 25% ഗെയിൻ ആണ് അവിടെ നമുക്ക് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സം ഓഫ് മണി വിൽ amount to ₹520 in 5 years and ₹568 in 7 years on simple interest? അപ്പൊ ജസ്റ്റ് നോക്കാം. P plus 5I is equal to 520. അതുപോലെ തന്നെ P plus 7I is equal to 568. അങ്ങനെയാണെങ്കിൽ ഈക്വേഷന് കുറക്കുക. P minus P 0 ആണ്. 7I minus 5I 2I ആണ്. ഓക്കെ, 568 മൈനസ് 520 48 ആണ്. I is equal to 24 വരും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P is equal to 520 മൈനസ് 5 ഇൻറ്റു 24 എത്രയാണ്? 5 ഇൻറ്റു 24 120 ആണ്. P is equal to 400 വന്നു. ആണല്ലോ. പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, X got 98 mark in his exam which is 56% of total mark. അപ്പോ ഒരു എക്സാമിന്റെ 56%, ഓക്കെ, ടോട്ടൽ മാർക്ക് Y ആണെന്ന് വിചാരിച്ചോ, അതിന്റെ 56% ആണ് 98 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു എക്സാമിലെ മാക്സിമം മാർക്ക്, അതായത് വൈന്റെ വാല്യൂ ആണ് ജസ്റ്റ് ചോദിക്കുന്നത്. ജസ്റ്റ് നോക്കാം. ഇവിടെ ഞാൻ 7 കൊണ്ട് കട്ട് ചെയ്യാണ്. 7 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 8 വരും. 7 ഇൻറ്റു 8 ആണല്ലോ 56. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ 7 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 10 ഓൾമോസ്റ്റ് 14 വന്നു. ഓക്കെ, വീണ്ടും ഞാൻ 2 കൊണ്ട് കട്ട് ചെയ്യാണ്. 2 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾമോസ്റ്റ് 4 വന്നു. ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 7 വന്നു. അങ്ങനെയാണെങ്കിൽ Y is equal to 700 divided by 4 ആണ്. ദാറ്റ് മീൻസ് 175 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A is 3 years younger than C. That means C minus 3 ആണ് തീർച്ചയായിട്ടും A എന്ന് പറയുന്നത്. But 1 year older than D. That means A is equal to D plus 1 ആണ്. Next, D is 1 year older than B. D is 1 year older than B. B നേക്കാളും ഒരു വയസ്സ് കൂടുതലാണ്. But 4 years younger than C. Okay, 4 years younger than C. അങ്ങനെയാണെങ്കിൽ സിന്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ബിന്റെ വയസ്സ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. D is equal to 15 minus 4 is equal to 11 ആണ്. ഓക്കെ, അപ്പൊ ഡിന്റെ വാല്യൂ 11 കിട്ടി. അപ്പൊ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 11 is equal to B plus 1 ആണ്. B is equal to 10 കിട്ടുകയാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ആർ ദർ ഇൻ ദ AP 3, 7, 11 അങ്ങനെ പോയിട്ട് 407 ആണ് ലാസ്റ്റ് ടേം വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര ടേം ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ 407 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ പോരെ. അപ്പൊ ഞാൻ nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ജസ്റ്റ് നോക്കിക്കോ, A plus n minus 1 into D, അതാണല്ലോ നമ്മുടെ ഇക്വേഷൻ nth ടേം കാണാൻ വേണ്ടിയിട്ട്. ഈസ് ഈക്വൽ ടു 407. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 മൈനസ് 3 4 ആണ്. ഈക്വൽ ടു 407. ഓക്കെ, 4n മൈനസ് 4 ഈക്വൽ ടു ഇവിടുന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് 3 കുറക്കുക. ദാറ്റ് മീൻസ് 404 വരും. ഓക്കെ, ഇനി 4n ഈക്വൽ ടു ഈ -4 അങ്ങോട്ടേക്ക് പോകുമ്പോൾ +4 ആവും. ദാറ്റ് മീൻസ് 408. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു 408 ഡിവൈഡ് ബൈ 4 ദാറ്റ് മീൻസ് 102 വരും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. നമ്മുടെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ആണല്ലോ. ആൻസർ ഏതാ വരുന്നത്, ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. ദി ആവറേജ് ഓഫ് 12 നമ്പേഴ്സ് ഈസ് 15. അപ്പോ 12 നമ്പറിന്റെ ആവറേജ് എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, ആൻഡ് ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ് ഈസ് 14. അപ്പൊ ഈ 12 എണ്ണത്തിലെ ആദ്യത്തെ 2 നമ്പറിന്റെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്, 14 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് റിമൈനിങ് നമ്പേഴ്സ്? അപ്പൊ 2 എണ്ണത്തിന്റെ ആവറേജ് ആയി, ബാക്കിയുള്ള 10 എണ്ണത്തിന്റെ, അതായത് ടോട്ടൽ 12 നമ്പർ ആണുള്ളത്, 2 എണ്ണത്തിന് തന്നു, ബാക്കി 10 എണ്ണത്തിനാണ് ചോദിക്കുന്നത്. അപ്പോ 10 ഇൻറ്റു അതിന്റെ ആവറേജ് എനിക്കറിയില്ല, X എന്ന് ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 12 ഇൻറ്റു 15 എത്രയാണ്, 180 ആണ്. 150 ആണ്. ഇസ് ഈക്വൽ ടു 28 പ്ലസ്
10x. അങ്ങനെയാണെങ്കിൽ 152 is equal to 10x. x is equal to എത്ര വരുന്നത് 15.2 ആണ് വരുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 4, 6 and 32? 4, 6, 32 ഇത് മൂന്നും ഡിവിസിബിൾ ആവുന്ന ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ അല്ലെ? ഏറ്റവും ചെറിയ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് തന്നെ സ്ക്വയർ നമ്പർ ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ 96 വെട്ടിക്കളിയാണ്, കാരണം എന്താ 96 ഒരു സ്ക്വയർ അല്ല. ഓക്കെ, നെക്സ്റ്റ് 100 4 കൊണ്ട് ഡിവിസിബിൾ ആണ്, 6 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. നെക്സ്റ്റ് 196 6 കൊണ്ട് ഡിവിസിബിൾ ആണോ? അതും 6 കൊണ്ട് എന്തല്ല, ഡിവിസിബിൾ അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 576 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് 2 boys is 3:7. 3:7 ആണ് അവരുടെ ഏജ് എന്ന് പറയുന്നത്. പിന്നെ 3n എന്നും 7 എന്നും വിളിക്കുകയാണ്. ഓക്കെ, ആഫ്റ്റർ 2 years the ratio of their ages will become 5:9. അപ്പോൾ 3n plus 2 divided by 7n plus 2 is equal to 5 divided by 9. അങ്ങനെയാണെങ്കിൽ 27n plus 18 is equal to just 35n plus 10 വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 10 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 18 minus 10 എന്ന് പറയുമ്പോൾ 8 വരും. is equal to 35 minus 27 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8n ആണ്. അപ്പൊ 8n is equal to 8 എന്ന് വന്നു. n is equal to എത്ര വരും? 1 വരും. അങ്ങനെയാണെങ്കിൽ the ratio of their ages after 10 years. അപ്പൊ ഇപ്പോഴത്തെ അവരുടെ ഏജ് എത്രയാണ്? 3n ഉം 7n ഉം ആണ് അല്ലെ? ദാറ്റ് മീൻസ് n ന്റെ വാല്യൂ 1 ആണ്. ദാറ്റ് മീൻസ് 3ഉം അതുപോലെ തന്നെ 7ഉം ആണ് അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറയുന്നത്. 10 വർഷം കഴിഞ്ഞാൽ 3 plus 10 divided by 7 plus 10 ദാറ്റ് മീൻസ് 13 divided by 17 ആയിരിക്കും, അല്ലെങ്കിൽ 13:17 ആയിരിക്കും അവരുടെ ഏജിന്റെ റേഷ്യോ വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇറ്റ് സർക്കംഫറൻസ്. അപ്പോൾ ഒരു സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ന്യൂമറിക്കലി അതിന്റെ സർക്കംഫറൻസിന് അല്ലെങ്കിൽ പെരിമീറ്ററിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ആ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ജസ്റ്റ് നോക്കാം, ഏരിയ ഓഫ് ദി സർക്കിൾ എന്താണ്? പൈ ആർ സ്ക്വയർ ആണല്ലേ? ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് എന്താണ്? 2πr ആണ് ഇക്വേഷൻ വരിക അല്ലെ? അപ്പോ പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ r into r അല്ലേ? ഈ ഒരു ആറും ഈ ഒരു ആറും ഞാൻ കട്ട് ചെയ്തു, ഈ ഒരു പയ്യും കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ r is equal to ബാക്കി എന്തേ ഉള്ളൂ? 2 എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 2r ആണ്. 2r is equal to 2 into 2 that means 4 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. ഇവിടെ ഒരു മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കുക, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ ഇൻ എ സിംഗിൾ ത്രോ ഓഫ് ഡൈസ്. ഒരു സിംഗിൾ ത്രോ ഓഫ് ഡൈസ് പ്രൈം നമ്പർ ആവാനുള്ള പോസിബിലിറ്റി എത്രയാണ്, അല്ലെങ്കിൽ പ്രോബിലിറ്റി എത്രയാണെന്നുള്ളതാണ്. നമ്മൾ ഡൈസ് എറിയുന്ന സമയത്ത് അവിടെ നമുക്ക് 6 പോസിബിലിറ്റീസ് ആണുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? 2 പ്രൈം ആണ്, 3 പ്രൈം ആണ്, അതുപോലെ തന്നെ 5ഉം പ്രൈം ആണ്. ദാറ്റ് മീൻസ് 3/6 അല്ലാന്നുണ്ടെങ്കിൽ 1/2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ദാറ്റ് മീൻസ് A3 ഇത് A3 ആണ്, ഇതും A3 ആണ്. ബാക്കിയുള്ള 2 ഓപ്ഷനും നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ് ആയിട്ടുള്ള ഏക നമ്പറേ ഉള്ളൂ. അതേതാണ്? അത് 1 ആണ്. അപ്പോ 1 divided by 6 ആണ് നെക്സ്റ്റ് ആൻസർ വരിക. ദാറ്റ് മീൻസ് 2 1 ആണ്. 2 1 അല്ലെങ്കിൽ B1. ഓക്കെ, അതേ രീതിയിൽ തന്നെയാണ് 2 ആൻസറും വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വെട്ടിക്കളയാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾ ഓഫ് 3 ഇൻ എ സിംഗിൾ ത്രോ. ഓക്കെ, മൾട്ടിപ്പിൾസ് ഓഫ് 3ഉം അതുപോലെ തന്നെ 6ഉം ആണ്. ദാറ്റ് മീൻസ് 2/6 അല്ലാന്നുണ്ടെങ്കിൽ 1/3 ആണ് വരിക. ദാറ്റ് മീൻസ് C2 എന്നുള്ള രീതിയിൽ വരുന്നത് ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.